Hi all, welcome to Exam by Learning. നമ്മൾ കാത്തിരുന്ന ക്രിസ്മസ് എക്സാമിന്റെ ഫൈനൽ ടൈം ടേബിൾ വന്നിട്ടുണ്ടടാ. കാരണം കുറേ കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് എക്സാമിൻ്റെ ഡേറ്റ് എന്താകും, അങ്ങോട്ടാകോ ഇങ്ങോട്ടാകോ. അവസാനം അതിന് ഫൈനൽ തീരുമാനമായിട്ടുണ്ട്. 15-ാം തീയതി തുടങ്ങി 23-ാം തീയതി അവസാനിക്കുന്ന രൂപത്തിലാണ് നമ്മളെ 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ എക്സാം മോർണിംഗും ആഫ്റ്റർനൂണും എക്സാം വരുന്നുണ്ട്. സാധാരണ ഉള്ളതുപോലെ ഒരു എക്സാം കഴിഞ്ഞ് 1-2 ദിവസത്തെ ഗ്യാപ്പ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ക്രിസ്മസ് എക്സാം എന്താവും, നമുക്ക് പണി കിട്ടാനുള്ള ഒരു ചാൻസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റും ഓരോ ദിവസം എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം, ഒരു അനാലിസിസ് നടത്താം. നമ്മൾ 15-ാം തീയതി 1ാമത്തെ ദിവസം തന്നെ നമ്മളെ സോഷ്യൽ സയൻസ് ആണ് മോർണിംഗ് ആയിട്ടുള്ളത്, തിങ്കളാഴ്ച. അത് കഴിഞ്ഞ് നമുക്കറിയാം നെക്സ്റ്റ് ഡേ ചൊവ്വാഴ്ച നമുക്ക് ഒന്നല്ല മക്കളെ 2 സബ്ജക്റ്റുകളുണ്ട്. ഹിന്ദി ഉണ്ട്, ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 1 ഉണ്ട്. അപ്പോൾ രാവിലെ എക്സാം എഴുതണം, ഉച്ചക്ക് എഴുതണം. രണ്ടും ലാംഗ്വേജ് സബ്ജക്റ്റുകളാണ്. നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിച്ച് അതിലുള്ള ഒരുപാട് പോയിംസും സ്റ്റോറീസും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അതൊക്കെ കറക്റ്റ് അറിയുന്നവർക്കാണ് എന്ത് ചെയ്യുക, ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്ക് നല്ല തറവാകണം. അതോടൊപ്പം തന്നെ നല്ല ലാംഗ്വേജ് സ്കില്ലും നമുക്ക് ഉണ്ടാവണം. അത് നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഒരു ദിവസം 2 എക്സാം ആണ്. ദെൻ ബുധനാഴ്ച നമുക്ക് ഈ പറഞ്ഞത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. വ്യാഴാഴ്ചയാണ് നമ്മളെ ഏറ്റവും ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര ടെറർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഗണിതം, നമ്മളെ മാത്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കുറച്ചൊരു സമയം, ചെറിയൊരു രൂപത്തിലുള്ളൊരു സമയം നമുക്കുണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷേ മാത്സ് ആണ്, ഒരു ദിവസം കൊണ്ട് പഠിച്ചാൽ എന്താവില്ല, മുഴുവൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂല. വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ എക്സാം വേണ്ടി ഈ ഒരു ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം എന്ത് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ വ്യാഴം കഴിഞ്ഞ് നമുക്ക് വെള്ളിയാഴ്ചയാണ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വെള്ളിയാഴ്ച നമുക്ക് നമ്മളെ സയൻസിലുള്ള കെമിസ്ട്രിയും ഉണ്ട്, അതേപോലെ തന്നെ ഫിസിക്സും ഉണ്ട്. 2 സബ്ജക്റ്റുകളാണ്. മാത്സ് കഴിഞ്ഞ് ഒരു ഹാഫ് ഡേ മാത്രമേ അവിടെ ഒഴിവുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ 2 സബ്ജക്റ്റ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും കൂടി ഒരു ദിവസം തലേന്ന് ഇരുന്നുകൊണ്ട് പഠിക്കാൻ വിചാരിച്ചാൽ നടക്കണ കാര്യമല്ല. നേരത്തെ തന്നെ ഇത് നമ്മൾ പഠിച്ചു വെച്ച് ഒരു റിവിഷനുള്ള സമയം മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് വെള്ളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കറിയാലോ 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാകും. ശനിയും നമുക്ക് ഞായറും ഉണ്ട്. പക്ഷേ ശനിയും ഞായറും എന്തിനു വേണ്ടി ഫുള്ള് യൂസ് ചെയ്യേണ്ടി വരും, നമ്മുടെ ഇംഗ്ലീഷും ഉണ്ട്. നമുക്കറിയാം നല്ല സമയം ഉപയോഗിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ബയോളജിയും ഉണ്ട്. 2 സബ്ജക്റ്റാണ് വരുന്ന തിങ്കളാഴ്ച തന്നെ. അതുകൊണ്ട് തന്നെ ആ ശനി ഞായർ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഈ എക്സാമുകൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. എങ്കിലാണ് എന്ത് ചെയ്യുക, കുറച്ച് എഫക്റ്റീവ് ആകുക. റെഡി. അത് കഴിഞ്ഞ് തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച നമ്മൾ ഈ പറഞ്ഞ ലാംഗ്വേജിൽ തന്നെയുള്ള പേപ്പർ 2 ആണ് അതിൽ ബാക്കിയുള്ളത്. അപ്പോൾ കുറഞ്ഞ സമയം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ക്രിസ്മസ് എക്സാമിനൊക്കെ, അതേപോലെയുള്ള നമ്മളെ ചില എക്സാമിൻ്റെ പിന്നെ പാറ്റേണിലൊക്കെ വന്ന ചില ചേഞ്ചസ് ഒക്കെ ചില കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാകും. അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഉണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യുക, അത് പിന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ എക്സാമിന് വളരെ നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുക. നല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇത്ര എക്സാമിനിടയിലുള്ള ഗ്യാപ്പുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മുടെ എക്സാം ബൈ ലേണിങ്ങിൻ്റെ ഈ ഒരു ചാനൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്, ക്രിസ്മസ് എക്സാമിന് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ബൈ.